മഴ തോരും മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീന അലീന എന്ന് കിടന്ന് വിളിക്കും. അപ്പം എന്താ വെച്ചാൽ അതെ നമുക്കൊന്ന് പുറത്ത് പോവാം, നീ പറഞ്ഞില്ലേ എവിടേക്കൊക്കെ പോകാനുണ്ടെന്ന്. അതെന്താ അച്ഛൻ നാളെയല്ലേ പറഞ്ഞത്? എടി നാളെ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നെന്നുണ്ടെങ്കിൽ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ വന്നില്ലേ ആൾ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ നാളെ പെട്ടെന്നൊരു മീറ്റിംഗ് വന്നാലോ എന്ന് പറയും. അയ്യോ അച്ഛനിപ്പോൾ എന്നൊരു ബുദ്ധിമുട്ടാവൂലേ? എടി ഇന്ന് പോയാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, നാളേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നാലോ. എന്നാൽ ശരി ഞാൻ പോയി വേറെ റെഡിയാവാം. നിനക്ക് ആദ്യം എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും. ആദ്യം പോകേണ്ടത് എനിക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എന്ന് പറയും. അതോ അതെന്തിനാടേന്ന് ചോദിക്കും. കുറച്ച് തുണികൾ എടുക്കണം, കൃഷ്ണയ്ക്കും ബബിതയ്ക്കും രോഹിത്തിനുമൊക്കെ എന്ന് പറയും. അതോ എന്നാൽ പിന്നെ നമ്മളെ കടയ്ക്ക് പോയാൽ പോരെന്ന് ചോദിക്കും. അത് വേണ്ട അച്ഛാന്ന് പറയും. എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറയും. അങ്ങനെ അലീന പോയി റെഡിയാവും. അതിനുശേഷം വീണ്ടും കാറിൽ വന്നിരിക്കും. പറയും ഇടി നമ്മളെ കടയിൽ നിന്ന് എടുത്തൂടെ എന്ന് പറയും. നല്ല കടയല്ലേ എന്ന് പറയും. അതുകൊണ്ടല്ല അച്ഛാ, അവിടെ നിന്ന് എടുത്താൽ അച്ഛൻ പൈസ വാങ്ങില്ല, അത് ശരിയാവില്ല എന്ന് പറയും. അത് നന്നായി, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പൈസ വാങ്ങാം. വേണ്ട എന്നാലും ശരിയാവില്ല, എടുത്തൊക്കെ കഴിയുമ്പോൾ അച്ഛൻ പൈസ വാങ്ങിയില്ലെങ്കിലേ ഞാൻ അധ്വാനിച്ച് പണം കൊണ്ട് എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് മേടിച്ചു കൊടുക്കുന്ന സമ്മാനമാണ്, അത് ഒരാളുടെ ഔദാര്യം ആവരുത്, അതെനിക്ക് നിർബന്ധമുണ്ടെന്ന് പറയും. ഇവളൊരു കാര്യം, എന്നാൽ കല്യാണിൽ പോവാം കോട്ടയത്ത് എന്ന് പറയും. എന്നാൽ ശരി എവിടെയായാലും കുഴപ്പമില്ല എന്ന് പറയും. അച്ഛനെ കടയിലാണ് വേണ്ടിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകും. പകുതി എത്തുമ്പോൾ ബാലചന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് സ്റ്റാലിനെ വിളിച്ച് പറയും കല്യാണം എന്ന് പറഞ്ഞൊരു തുണിക്കടയിലേക്ക് പോകുന്നു, കോട്ടയത്തുണ്ടെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അതെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ഥലമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇപ്പം ഇറങ്ങിയാൽ ഞങ്ങളൊപ്പം തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ ഇപ്പോൾ ഇറങ്ങാമെന്ന് പറയും. അങ്ങനെ അവർ പോകും. ബാലചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ ചെറുതായിട്ട് അവിടെ ഇരിക്കും. അലീന അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വരുന്നുണ്ട്. സ്റ്റാൻലി വന്നിട്ട് ബാലചന്ദ്രനോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കാണിക്കും, കണ്ടു എന്നുള്ള അർത്ഥത്തിൽ. അതിന് ശേഷം ഫോൺ വിളിച്ചിട്ട് പറയും ഞാൻ നിങ്ങളെ കണ്ടു എന്ന് പറയും. ഞാനും കണ്ടു, അലീന ചുരിദാർ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അപ്പോൾ കണ്ട പോലെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി, കാണാൻ മനസ്സിലാവാൻ വഴിയില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയും. എന്നാൽ ശരി പോയിട്ട് വാന്ന് പറയും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻലിയോട് ഡ്രസ്സിൻ്റെ സെലക്ഷനൊക്കെ ചോദിക്കും. സൈസൊക്കെ ചോദിക്കുമ്പോൾ മീഡിയം ആണോ ലാർജ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും ഭാര്യയ്ക്കാണോ മോൾക്കാണോ അതോ വേറെ ആൾക്കാണോ എന്ന് ചോദിക്കുമ്പോൾ മകൾക്കെന്ന് പറയും. സൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയും. അപ്പോൾ വയസ്സും പ്രായമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ പറയും ഞാൻ എടുത്തോളാം നിങ്ങൾ പോക്കോളാൻ പറയും. ഞാൻ സെയിൽസുകൾ അവിടുത്തെ പോകും. അങ്ങനെ പെട്ടെന്ന് തന്നെ അലീനയുടെ ഫോട്ടോ ഒക്കെ ആളെടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഓരോ ഭാഗത്ത് എത്തുമ്പോൾ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് സെലക്ട് ചെയ്തിട്ട് വരും. ബില്ല് എത്ര ഐ ഡി എന്ന് ചോദിക്കും. അതവിടെ പറയും. അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയും. ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കൂടി, അച്ഛനും ആളും കൂടെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കൂടി സ്റ്റാൻലി എടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ വിടർത്തി നോക്കുന്നുണ്ട്. ആൾക്ക് സന്തോഷമാവും. അതിനുശേഷം ഡ്രസ്സൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്തു കാറിൽ കയറി പോകണം. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാലിയോട് ഇങ്ങനെ കൈകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കും. എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയും എന്തോരം ഡ്രസ്സുണ്ട്, ഇതൊക്കെ എൻ്റെ കടയിൽ എനിക്ക് കിട്ടുന്ന കാശല്ലേ ഇടി എന്ന് പറയും. അച്ഛൻ വീണ്ടും കളിയാക്കാണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയും. അച്ഛൻ ഞാൻ നല്ലൊരു ചായ ഇട്ട് തരാം. കാശും ലാഭമൊക്കെ അവർക്കും എനിക്ക് ചായയും ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് കയറും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബബിതനെയാണ്. ബബിത പഠിക്കുക മറ്റേ ചെയ്യുന്ന റൂമിലിരുന്നിട്ട്. അപ്പോൾ അലീന അങ്ങോട്ട് വരും. ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. വേണ്ട എന്തിനാണെന്ന് ചോദിക്കും. ആദ്യം തന്നെ അവൾ നെഗറ്റീവ് പറയുള്ളൂ. ഞാൻ വരും എന്ന് പറയും. വേണ്ടാന്നല്ലേ പറഞ്ഞത്, അവിടെ നിന്നാൽ മതി എന്ന് പറയും. എന്നാൽ ഞാൻ വരും എന്ന് പറയും. അല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ട് വരാൻ പറയും. കാര്യം അവിടെ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നാൽ ശരി വായോ എന്ന് പറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അലീന ഒരു തുണിക്കടയിലത്തെ കവർ എടുത്ത് കഴിഞ്ഞിട്ട് ബബിതയ്ക്ക് കൊടുക്കും. ഇത് പിടിക്കുമെന്ന് പറയും. ഇതെന്തിനാത്, എനിക്ക് വേണ്ടാന്ന് പറയും. എന്ത് തന്നാലും വേണ്ടാന്ന് പറയില്ല, നീ ഇത് മേടിക്കുമെന്ന് പറയും. അങ്ങനെ വല്ലവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിയ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടാന്ന് പറയും. ഞാൻ വല്ലവരാണോ എന്ന് ചോദിക്കും. പിന്നെ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും വേണ്ടില്ല. എടി ഇത് പിടിക്കടി എന്ന് പറയും. നീ എനിക്ക് എന്തോരം ഡ്രസ്സൊക്കെ വാങ്ങി തന്നാണ്. അത് അവതാരിയൊന്നുമല്ല, അത് ഞാൻ വെട്ടി നശിപ്പിച്ചതിന് പകരം ഞാൻ വാങ്ങിയതെന്ന് പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. എന്നാലും നീ ഇത് പിടിക്കുമെന്ന് പറയും. കണ്ട് ബബിത അത് മേടിക്കാൻ കൂട്ടാക്കൂല. അപ്പം നമ്മുടെ അലീന എന്ത് ചെയ്യും, ബബിതയുടെ കയ്യിൽ നിന്ന് നിവർത്തി പിടിച്ചിട്ട് അതങ്ങോട്ട് വെച്ച് കൊടുക്കും. അത് വെച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവർ ചെറിയ ബോക്സ് എടുക്കും. അതിലൊരു വാച്ചായിരുന്നു, ലേഡീസ് വാച്ച്. അതെടുത്ത് അലീന ബബിതയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ കണ്ണൊക്കെ ബബിതയുടെ നിറയുന്നുണ്ട്. പക്ഷെ അത് അലീന കാണാണ്ട് ഇങ്ങനെ മറച്ച് പിടിക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്.
അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. കൊല്ലപ്പള്ളിയിലേക്ക് നമ്മുടെ അലീന ചെല്ലുന്നുണ്ട്. ആദ്യം മനുവിനെ കാണുന്നത്. എന്നോട് യാത്ര പറയാൻ വന്നാണോ എന്ന് ചോദിക്കും. അതെ, പക്ഷെ ആദ്യം പറയേണ്ടത് എനിക്ക് മാഡത്തിനോടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാവരോടും പറയണം. ലാസ്റ്റ് ഞാനല്ലേ എന്ന് പറയും. അങ്ങനൊന്നല്ല, എന്തായാലും പോകാണ്ട് നിവർത്തില്ലല്ലോ. പിന്നെ ഇനി നിൽക്കണേൽ അർത്ഥമൊന്നുമില്ല. അപ്പം തീരുമാനമായി. അവർക്ക് എന്നെ വേണമെന്ന് പറഞ്ഞു. ഇത് കുളത്തൂപ്പുഴയിലുള്ള ആൾക്ക്, അതായത് ആ വീട്ടുകാർക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ച്. അപ്പോൾ ഓരോ കടമകൾ ചെയ്യുന്ന എലീന ആ സമയത്ത് വൈജയന്തിയോട് ആദ്യം യാത്ര പറയാൻ വേണ്ടി പോകണം. അങ്ങനെ വൈജയന്തിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. വൈജയന്തി ആണെങ്കിൽ ബാലചന്ദ്രൻ പറഞ്ഞ പോലെ ചെകുത്താൻ കുറിച്ച് കണ്ട പോലെ അലീനനെ കണ്ടപ്പോൾ പല്ലൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കണ്. പക്ഷെ അലീന ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കണ്. എന്തായാലും പോകല്ലേ, യാത്ര പറയാൻ വന്നതല്ലേ. അപ്പം നമ്മുടെ വൈജയന്തി അലീനനോട് ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അതെന്തായാലും നമ്മൾ പ്രമോ ഭാഗത്തിൽ കഴിഞ്ഞ തവണ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നൊരു വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ അലീന കുറച്ചേതെങ്കിലും ഒരു കൊട്ടെങ്കിലും കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് വൈജയന്തിയുടെ അഹങ്കാരത്തിൻ്റെ മേൽ ഒരാണി നമ്മുടെ അലീന അടിക്കുന്നത്. നിങ്ങൾ ഞാൻ യാത്ര പറയാൻ തന്നെ വന്നാണ്, ഇനിയൊരു ശല്യത്തിന് ഉണ്ടാവില്ല എന്ന് അലീന പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന വാക്കുകളിൽ നിങ്ങളും ആണൊരുത്തൻ്റെ കൂടെ 22 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും ആഗ്രയിൽ വെച്ചിട്ട്. അതോടുകൂടി വൈജയന്തിയുടെ ഗ്യാസ് പോകും. വൈജയന്തിയുടെ അഹങ്കാരം എന്തായാലും കുറയൊന്നുമില്ല. കാരണം അലീന അതോടുകൂടി പോകല്ലേ. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ശല്യമൊന്നുമില്ലല്ലോ. അലീനയ്ക്ക് അറിയാവുന്ന രഹസ്യം എന്തായാലും അലീന മറ്റുള്ളവരോട് പറയില്ല എന്നുള്ള കാര്യം വൈജയന്തിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശീൻ്റെ അടുത്ത് മുത്തശ്ശി സർവ്വതും അറിഞ്ഞെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ അലീനയ്ക്ക് പ്രത്യേകിച്ച് മുത്തശ്ശിയോടോ അതുപോലെ തന്നെ മറ്റാരോടും ഒരു വൈരാഗ്യം ഇല്ലയെന്നും മുത്തശ്ശിക്ക് മനസ്സിലായി. എന്തായാലും കൈയെടുത്ത് തൊഴുന്നുണ്ട് മുത്തശ്ശി. മാപ്പ് പറയുന്നുണ്ട് മകൾക്ക് വേണ്ടിയിട്ട്. പേരക്കുട്ടീനെ ഉപേക്ഷിക്കുന്നു, മനസ്സോടെ തന്നെ പണ്ട് ഉപേക്ഷിച്ചതാണ്. എന്നാലും പിന്നീട് മനു അലീനോട് പറയുന്നുണ്ട്, എന്നോട് നീ യാത്രയൊന്നും പറയണ്ട, നീ എന്തായാലും പോവാണ്ടിരിക്കില്ലല്ലോ ഞാൻ പറഞ്ഞാലെന്ന് പറഞ്ഞ് മനു ഭയങ്കര വിഷമത്തോടെ പിണങ്ങി പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.